പിന്നെ അവരെന്നിട്ട് നമ്മുടെ സ്കിറ്റിലെ ഡയലോഗ് ഇങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചിട്ടൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണേ. നീ ജ്വല്ലറിയിലാണോ നിൽക്കുന്നത്? അല്ല, എന്റെ കൂട്ട അങ്ങനെ ചോദിച്ചേ. അല്ല, പവിഴമുത്തുകൾ പൊലിയുന്ന ശബ്ദം കേട്ടു. അയ്യോ, അത് ഞാൻ ചിരിച്ചതാ കുട്ടാ. മലയാളം പറ്റുന്ന പിന്നെ ഹലോ ശ്രീതേട്ടാ, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചേ. കുറേ ദിവസം കൊണ്ട് പറയണമെന്ന് വിചാരിച്ചു, ഞാൻ സമയം പറ്റെന്ന് വിചാരിച്ച്. ഹായ് ഹലോ, ഞാൻ സ്മൃതി. ഇന്നത്തെ നമ്മുടെ ചോട്ടാ മുംബൈ ചാനലിലെ ഗസ്റ്റുകൾ ആരാന്നറിയണ്ടേ? മഴവിൽ മനോരമ സംരക്ഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരിയിലെ രണ്ട് അടിപൊളി താരങ്ങളാണ് സോനയും അമലും. സോന ആൻഡ് അമൽ, വെൽക്കം ടു അവർ ഷോ. അപ്പോൾ താങ്ക്സ്. ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ സ്കിറ്റൊക്കെ ശരിക്കും ആരായിരുന്നു? സോനിയ? അല്ലല്ല, നമുക്ക് അവിടെ ഗ്രൂമേഴ്സ് ഉണ്ട്. സോനിയ പോന്നും എഴുതാറില്ലേ? ഇല്ല, സ്കിറ്റ വെള്ളം കൊടി അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും ക്രിഞ്ച് സ്കിറ്റില്ലേ? അത് എഴുതി തന്നെ നമുക്ക് ഗ്രൂമർ തന്നെയാണ്. ശരിക്കും മൊത്തത്തില് ക്രിഞ്ചാണ് ഞങ്ങൾ അഭിനയിക്കുന്നത്. അതാണ്. അല്ല, നമ്മുടെ ഇവിടുത്തെ മെയിൻ ആളാണ്. ഫുഡിന്റെ ഒക്കെ കാര്യമൊക്കെ സെറ്റാക്കുന്ന ഒരാളാണ്. മെയിൻ ആളാണോ ഫുഡ്? ഇതിപ്പോ രാവിലെ സ്റ്റാർട്ടറായിട്ട് വെള്ളം തന്നുള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ പൊരിച്ചിങ്ങി തരും. പൊരിച്ചിങ്ങി നിനക്കും തരാം. പാവല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ബമ്പർച്ചിരിയിലെ വിശേഷങ്ങൾ? അടിപൊളി വിശേഷം തന്നെ. നിങ്ങളെ ഷൂട്ട് കാര്യങ്ങള്? ഞാനിപ്പോൾ കുറച്ചായിട്ട് പോകുന്നില്ല. NSSന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു 7 ദിവസത്തെ. അപ്പോൾ അതിന് പോയി. പിന്നെ ക്ലാസ്സും എക്സാമും ഒക്കെ വരുമ്പോൾ ഞാൻ കൂടുതൽ ഇപ്പോൾ പോകാറില്ല. ഇടയ്ക്കൊക്കെയാണ് പോകുന്നത്. ഇവൻ എല്ലാ ഷെഡ്യൂളും കൃത്യമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ കുറേ പേരുടെ പേരൊക്കെ മാറി മാറി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളിലേക്കുള്ള പേരിൻ്റെ ആ ഒരു മൊമെൻ്റ് എന്തായിരുന്നു? ഞാൻ ഫസ്റ്റ് വേറെ ആൾക്കാരുമായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയായിരുന്നു ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഒരു ഷെഡ്യൂൾ ഇങ്ങനെ നിന്നപ്പം തലേദിവസമായപ്പോൾ അമ്മയ്ക്ക് എന്തോ വീട്ടിലെന്തോ ഒരു അത്യാവശ്യ കാര്യം വന്നപ്പോഴത്തേക്കും അവർക്ക് വരാൻ പറ്റില്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ തിരക്കിയപ്പോഴത്തേക്കും എനിക്കപ്പോൾ ക്ലാസ് ഇല്ല, അവധി. അപ്പം നമുക്ക് പോകാമെന്നുള്ള ഇത് ഉണ്ട്. അപ്പം ഞങ്ങൾ നോക്കിയപ്പം ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ചോദിച്ചാൽ ആരെ പേര് വിളിക്കും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമലിൻ്റെ ഒക്കെ പേര് പറഞ്ഞു. ഞാനും ഇതേപോലെ, ഞാൻ ഫസ്റ്റ് വന്നൊരു ചേട്ടൻ്റെ പേര്, അപ്പം വിശാഖേട്ടനോട്. അപ്പം ഞാനും ഇതേപോലെ വീട്ടിലിരിക്കുക. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അമൽ എന്നൊക്കെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓക്കെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയി സ്കിറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത് സ്കിറ്റ് ചെയ്ത്, പിന്നെ നമ്മൾ തന്നെ അങ്ങ് സ്കിറ്റ് ചെയ്ത് അങ്ങനെ പോയായിരുന്നു. ബമ്പർച്ചിരിയിലോട്ട് വന്നിട്ടേ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും മൊമെന്റ്സോ ഇൻസിഡൻറ്റോ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ഷെയർ ചെയ്യോ? എനിക്ക് ഭയങ്കര നല്ല മൊമെന്റ്സ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകാൻ നേരത്താണെങ്കിലും ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് തിരിച്ചറിയുന്നുണ്ട്. ബസ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിലും പുറകിൽ നിന്ന് വലിയമ്മയൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് വന്നിട്ട് കൊച്ചു ബമ്പർച്ചിരിയിലുള്ളതല്ലേ. പിന്നെ ആൾക്കാരിങ്ങനെ തിരിച്ചറിയുന്ന നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ അവരെന്നിട്ട് നമ്മുടെ സ്കിറ്റിലെ ഡയലോഗ് ഇങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണേ. അവരത്രയും കണ്ട് നമുക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവർ ആ ഡയലോഗൊക്കെ മനസ്സിൽ ഓർപ്പിക്കുന്നത്. പിന്നെ അതേപോലെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈയിടെ ഞങ്ങളുടെ അച്ഛൻ്റെ കുടുംബത്തിൽ ഒരു ക്ഷേത്രത്തിൽ സപ്താഹമായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടെ അവിടെ തൊഴാനായിട്ട് പോയി. നമ്മൾ വഴിപാട് വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക. കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ ക്യൂ നിന്ന സമയത്ത് അവിടുന്ന് യജ്ഞാചാര്യൻ മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നു, കമലമ്മയുടെ, അതായത് എൻ്റെ അച്ഛൻ്റെ കുഞ്ഞിലെ മരിച്ചുപോയതാ അച്ഛൻ്റെ അമ്മ. അപ്പോൾ കമലമ്മയുടെ കൊച്ചുമോളും സതീമോഹനൻ ദമ്പതിയുടെ മകളും ബമ്പർച്ചിരി താരവും നമ്മുടെ നാടിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചപ്പം അന്നേരം ഞാൻ അറിയുന്നത്, ഞാൻ ശരിക്കും അവിടെ നിന്ന് ഞാൻ ഞെട്ടിപ്പോയേ. ആ ഒരു നമ്മുടെ അച്ഛമ്മയുടെ പേര് എന്നോ മറഞ്ഞ പേരാണ് അവിടെ. അപ്പം ഞാൻ കാരണം, അല്ലെങ്കിൽ നല്ലൊരു പേരിൽ അവിടെ പിന്നെ ആ മൈക്കിൽ അത്രയും ഇതിൽ കേൾക്കാൻ സാധിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് വിളിച്ചപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര ഈ ഒരു ഇത്, ഞാൻ കാരണം അങ്ങനെ ചെയ്യാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആദരവ് കിട്ടിയതല്ലേ നമുക്ക്. ആ ഒരു പേരങ്ങനെ കേൾപ്പിച്ചപ്പോൾ ഒന്നുകൂടെ സങ്കടം അതല്ല, സന്തോഷം വന്നു. എനിക്കിതുപോലെ ഇത് പുറത്ത് അറിയപ്പെടുന്ന കുറവാണ്. കാരണം സ്കിറ്റ് കളിയും മീശയും ഇതൊക്കെ വയ്ക്കുമ്പോൾ ആൾക്കാർ മനസ്സിലാകത്തില്ല.
അവർക്ക് സംശയമുണ്ട് ഞാനാണോ അല്ലേന്ന്, പക്ഷെ അവരൊന്നും ചോദിക്കത്തില്ല. ഒരു ഡൗട്ട് കാണും, പിന്നെ ഞാനും അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ബമ്പർച്ചിരിയിൽ ആണെങ്കിൽ കുറേ ഇപ്പം അവിടെ വരുന്ന ഫാമിലി, ഗസ്റ്റ് ആയിട്ട് വരുന്ന ഫാമിലീസ് ഒക്കെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആ ബമ്പർച്ചിരിയിൽ തന്നെ കുറച്ച് മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബമ്പർ അടിച്ചതും പിന്നെ ഗോൾഡൻ ബസർ അടിച്ചതും അങ്ങനെയൊക്കെ അതിൻ്റെ അകത്തുള്ള കുറേ ഇത് തന്നെ. നിങ്ങൾ ബമ്പർച്ചിരിയിൽ സ്കിറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ടു പേർക്കും ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്കിറ്റ് ഏതാണെന്ന് പറയാം? ഫേവറേറ്റ് സ്കിറ്റ് എന്ന് പറയാൻ എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ടൈപ്പ് ഉണ്ട്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലവേഴ്സ്, അങ്ങനെ ചെയ്യുന്ന സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര പിന്നെ പിശുക്കന്റെ പിന്നെ ഭാര്യ ഭർത്താവ് ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. കോഴിത്തരം അത് കിണറ്റിൽ തള്ളിയിടും. കിണറിന്റെ സ്കിറ്റ്, പിന്നെ കുട്ടൻ ക്രിഞ്ച് സ്കിറ്റ്, ക്രിഞ്ച്. അങ്ങനെ അതൊക്കെ ഭയങ്കര. അതിലേതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? പറയാം. കുട്ടാ ഭാവി ഭാവി നീ ജ്വല്ലറിയിലാണോ നിൽക്കുന്നത്? അല്ല, എന്താ കൂട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല, പവിഴമുത്തുകൾ പൊഴിയുന്ന ശബ്ദം കേട്ടു. അയ്യോ, അത് ഞാൻ ചിരിച്ചതാ കുട്ടാ. ഓ ഓക്കെ, അടിപൊളിയായിട്ട്. ബമ്പർച്ചിരിയിൽ വന്നിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും നല്ല ഫ്രണ്ട്സ് ആരൊക്കെയാന്നുള്ളത്? എനിക്ക് ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടായിട്ടും ഒരു സിസ്റ്റർ എന്നുള്ള ഒരു ബോണ്ടൊക്കെ ഫസ്റ്റ് വന്നത് അമ്മയായിട്ടാണ്. അത് ഭയങ്കര ഇതായിരുന്നു. പിന്നീട് എനിക്ക് സ്മൃതി ചേച്ചീനെയും പിന്നെ സജിൻ ചേട്ടനായാലും വിഷ്ണു ചേട്ടനായാലും നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ ഏജ്ഡ് ആണെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പും നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, ദൃശ്യച്ചി, ജോത്സ്നേച്ചി, അഖിലേഷും, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഞാൻ ഫസ്റ്റ് വാസു ചേട്ടൻ നല്ലൊരു ഫ്രണ്ടാണ്, പിന്നെ സൈൻ ചേട്ടൻ, പിന്നെ അഖിലേഷ് ചേട്ടൻ. ബമ്പർച്ചിരിയിൽ വന്നിട്ട് സ്കിറ്റുകൾ ഒരുപാട് നിങ്ങൾ ചെയ്തല്ലോ. സ്കിറ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഈ മീഡിയയിലേക്ക് വന്നതിന് ശേഷം ഒത്തിരി പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ ഈ മീഡിയ വഴി, ഇൻസ്റ്റഗ്രാം വഴി അങ്ങനെ കുറേ പ്രപ്പോസൽസ്, അലയൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഞാൻ ഇന്നും കൂടെ ഞാൻ ഫോണെടുത്ത് രാവിലെ നോക്കുമ്പോഴത്തേക്കും എവിടെയാ, പേരെവിടെയാ, സ്ഥലം എവിടെയാന്ന് പറഞ്ഞോ, ഞാൻ വരുമോ, ഞാൻ പെണ്ണ് കാണാൻ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു. വരും, അറിയാലോ കണ്ണ് സൂപ്പറാന്നും എന്നൊക്കെ പറഞ്ഞിട്ട് വരും. നമ്മൾ പ്രോഗ്രാമിൻ്റെ ഒക്കെ വരുന്നത് നല്ലതായിട്ട് കണ്ടൊക്കെ റിപ്ലൈ ഒക്കെ കൊടുക്കും. ഇങ്ങനെയൊക്കെ വരുന്നത് കണ്ട് ആസ്വദിക്കും, ഒന്നും കൊടുക്കൂല. എനിക്കങ്ങനെ പ്രപ്പോസൽ അങ്ങനെയൊന്നും വരത്തില്ല. സ്കിറ്റ് കണ്ടു കൊള്ളാം, ചേട്ടൻ്റെ ഫാനാണ്, പയ്യന്മാരൊക്കെ വന്നത് ചേട്ടൻ്റെ ഫാനാണ്, സ്കിറ്റ് കാണാറുണ്ട്. പിന്നെ സ്കിറ്റൊക്കെ എടുത്ത് പറയും, മറ്റേ കുട്ടൻ ആ സ്കിറ്റൊക്കെ കാണാറുണ്ട്, ഭയങ്കര ഫാനാണ്. അങ്ങനെ പ്രപ്പോസലായിട്ടൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ നോർമൽ. ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? ഗെയിം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സിനിമ ഡയലോഗുകൾ ഞാൻ പറയും, അത് ഏത് സിനിമയിലെന്ന് പറയണം. തുടങ്ങാം. ഒരിക്കൽ നീ എന്നെ വേദനിപ്പിച്ചാണ് പോയത്, സമയമെടുത്തു അത് മറക്കാൻ, മനസ്സ് വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടാണ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചത്. ലാലേട്ടൻ പറഞ്ഞത്. ഒരിക്കൽ നീ എന്നെ വേദനിപ്പിച്ചാണ് പോയത്, സമയമെടുത്തു അത് മറക്കാൻ, മനസ്സ് വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടാണ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചത്. ഏതാണ്ടാ നീ പറഞ്ഞോ? പഴയ ഡയലോഗല്ലേ. ലാലേട്ടനും ശോഭന ചേച്ചിയും കൂടെ ഉള്ളൊരു മൂവിയാണ്. അതില്ലാതെ മണിച്ചിത്രത്താഴൊക്കെ മനസ്സ് വരുന്നുള്ളല്ലേടാ? ഇല്ല സുല്ലിട്ടോടാ. ആ സുല്ലിട്ട് മിന്നാരം. ഓ മിന്നാരം. ഇനി അടുത്ത മേരെ നാം ഹരി ഹേ ലോക് മുझे ഹരിയണ്ണ കേത്തെ. മലയാളം പറ്റുള്ള പിന്നെ മലയാളം മൂവിയിലെ ഡയലോഗാണ്. അല്ല മലയാളം കണ്ടിട്ട് മനസ്സിലാവില്ല, പിന്നെ ഹിന്ദി പറഞ്ഞിട്ട്. ഹരികൃഷ്ണൻസ് ഒന്നുമല്ലല്ലോ. ലാലേട്ടൻ തന്നെ അല്ലേ? അല്ല, ഞാൻ സുല്ലിട്ടെ. അഭിമന്യു. അഭിമന്യു കേട്ടിട്ടില്ല.
ഇനി അടുത്തേ കുറച്ച് എളുപ്പമുള്ള നിങ്ങൾ എന്തായാലും പറഞ്ഞേ പറ്റൂ, കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. നിങ്ങൾ സിമ്പിളായിട്ടുള്ള ചോദ്യം ആണേ, ഇതെന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ, അത്ര വൈറലായിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, റെഡി? നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. ലാലേട്ടൻ പറഞ്ഞതല്ലേ, അത്രയും അറിയാം. ബാക്കി നീ പറയടാ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. ഞാൻ ഇപ്പൊ പറഞ്ഞ ഡയലോഗിനകത്ത് തന്നെ ഉണ്ട് ഉത്തരം. ആ സിനിമയിലും ഉണ്ട് ആ ഡയലോഗ്, പക്ഷെ അതിപ്പോ റീസെന്റ് ഇറങ്ങിയതല്ലേ, പഴയ സിനിമയ്ക്കകത്തുള്ള ഡയലോഗാണ് ശരിക്കും, ഒറിജിനൽ അവിടെ നിന്നാണ്. നമുക്ക് പാർക്കാം മുന്തിരി. ഒരെണ്ണെങ്കിലും ശരിയാക്കി. നെക്സ്റ്റ് ചോദിക്കാം അവനുള്ള ചോദ്യം. അയ്യോ, അടുത്തത് അപ്പോൾ ഒരു പോയിന്റ് ആയ. അടുത്ത, ആനി മോനെ സ്നേഹിച്ച പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? മിക്കവാറും ഇത് കഴിയുമ്പോൾ ആ സ്നേഹം നിങ്ങളോട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആനി മോനെ സ്നേഹിച്ച പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? എല്ലാം അഭിനയിച്ചു വെച്ചേക്ക. നീ പറയടാ, ഞാൻ ഒരെണ്ണം പറഞ്ഞല്ലോ, ഇനിയിപ്പോ അവന് ഞാൻ അവസരം കൊടുത്തേക്കുക. പറഞ്ഞോ, ഈക്വാലിറ്റി വേണ്ടടാ, എനിക്കൊന്ന് ഇനി അടുത്ത നിനക്കൊന്ന്. അല്ലേ, നമ്മൾ ഈക്വലി അവനും വളരണം എന്ന എന്റെ ആഗ്രഹമുള്ളൂ. അതെ അതെ, ഞാൻ വളർന്ന ഇത്രയും പോരെ. പറയട്ടെ ഉത്തരത്തി. അതെ അതെ അതെ, ഞാൻ പറയടാ. ഞാൻ ദശരഥം നിനക്കറിയായിരുന്നോ? എനിക്ക്. ഇനി അടുത്തത് ഒരു പാട്ടാണ്. ആ പാട്ട് ഏത് സിനിമയിലാന്ന് പറയണം. ഓക്കെ, എനിക്ക് ഈ പാട്ട് പാടാൻ അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞു തരാം. ചന്ദ്രൻ മോഹിച്ച പെണ്ണെ നക്ഷത്രം നിന്നെ വിളിച്ചു. ചന്ദ്രൻ മോഹിച്ച അങ്ങനെ പാട്ട്. എന്റെ സുല്ല് ഞാൻ അറിയിക്കുന്നു. ആ പാട്ടല്ലേ? സുല്ലിട്ടോ. സിദ്ധാർത്ഥ. കേട്ടിട്ടില്ല. അമല് പാട്ട് പാടൂലേ? അപ്പൊ ഒരു രണ്ടു വഴി. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്ന് നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. അവൻ മാത്രം പാടിയാ മതി, ഞാൻ പാടണ്ട? ഞാനവിടെ പാടട്ടെ? എനിക്ക് എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ അച്ഛന് എപ്പോഴും പറയുന്നത്, സോന എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ പാട്ട് പാടുന്ന എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് അറിയത്തില്ലേലും ഒത്തില്ലേലും ഞാൻ അങ്ങ് പാടും അച്ഛന് വേണ്ടി. പാടട്ടെ? അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന്, നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കൊളുത്തുള്ളൊരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ,
ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ്. എനിക്ക് ശരിക്കും സൗണ്ട് അടഞ്ഞിരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു ആഗ്രഹം കൊണ്ട് അങ്ങ് പാടിയെന്നുള്ളൂ. ഇത് കേൾക്കുക അങ്ങ് മറക്കുക. അടുത്തൊരു അടിപൊളി സെഗ്മെന്റിലേക്ക് പോയാലോ? ഓ അതെ അതെ. രണ്ടുപേരുടെ ഫോണുണ്ടോ കയ്യിൽ? ഉണ്ടോ? അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാ. സോന ഫോൺ എടുക്കുക, ഒരു ഫ്രണ്ടിനെ വിളിക്കുക, ഒരു 100-150 രൂപ ഒന്ന് കടം ചോദിക്കുക. ഇന്നപോലെ പെട്ടെന്ന് ഒരു അത്യാവശ്യം, ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിൽക്കുകയാണ്, അപ്പോൾ ഇങ്ങനെ അത്യാവശ്യമായിട്ട് പൈസ വേണം, പെട്ടെന്ന് അയച്ചു തരാൻ പറഞ്ഞു. ഫ്രണ്ട്സോ വേണം? ഫ്രണ്ട്സ് തന്നെ. 150 രൂപ ഉണ്ടാവണ്ടേ? അതാണ്. എന്നാ വിളിക്കാം. ആർദ്രെ വിളിക്കാം. കിട്ടുമോ നോക്കാം. മൊമെന്റ് പറയണേ, ഇന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്നുള്ളത്. ഹലോ എടി, ഞാൻ ഒരു കടയിൽ നിൽക്കാതെ ഫുഡ് കഴിച്ചിട്ടേ നമുക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു 150 രൂപ ഇട്ട് തരാമോ? അന്ന് ഉള്ളത് ഇട്ട് തരാമോ? ബാക്കി ആദ്യം തന്നെ വാങ്ങിച്ച് ഇടാൻ പറ്റുമോ? എളുപ്പം ഇട്ടേ. 50 അർജന്റാ കേട്ടോ. ആ ഓക്കെ ഇടും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം പറയാം. ഓക്കെ, അത് ഇടട്ടെ, പൈസ വരട്ടെ. ഇനി അമല് ഫോൺ എടുത്തിട്ട് കുറേ ഫ്രണ്ട്സ് കാണുമല്ലോ, ബമ്പർച്ചിരിയിൽ ആരെങ്കിലും ശ്രീത്തേൻ വിളിച്ചിട്ട് എന്താ വേണം? വിളിച്ചിട്ട് പറ ഇഷ്ടമാണല്ലോ. ഹലോ ശ്രീതേട്ടാ, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചേ. കുറേ ദിവസം കൊണ്ട് പറയണമെന്ന് വിചാരിച്ചു, ഞാൻ സമയം പറ്റെന്ന് വിചാരിച്ച്. ആ ചെറുതായിട്ട്, സീരിയസ് ആയിട്ട് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ഓ ഇഷ്ടം എന്നൊക്കെ പറയത്തില്ലേ, പ്രേമം. അല്ല അങ്ങനെയല്ല, ഭയങ്കര ചേട്ടൻ്റെ കഴിവൊക്കെ കണ്ടിട്ടേ. അല്ല സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ പറയണമെന്ന് ആലോചിക്കുക. ഞാൻ ഫോൺ എടുക്കും വിളിക്കാൻ നിൽക്കും, പിന്നെ വിളിക്കൂല. ഫോൺ എടുക്കും വിളിക്കാൻ നിൽക്കും, വിളിക്കൂല. ഇനി വാങ്ങിച്ചു തരാമല്ലോ. ഉടനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ആണോ? ചേട്ടൻ എങ്ങനെ താല്പര്യം ഉണ്ടോ? അല്ല സീരിയസ് ആയിട്ട് പ്രേമം. ആ സീതാട്ടാ, ഞാനേ ഐ ലവ് യു. സീരിയസ് ആയിട്ട്. എന്നാലും ഒരാളൊരു ഇഷ്ടം പറയുമ്പോ എന്തായാലും ഏട്ടാ, എന്താ നമുക്ക് ഉടനെ മീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വരുമ്പോ പറയാം. ഓക്കെ ശരി. ലവ് യു. എനിക്ക് അവള് 150 രൂപ ഇട്ടിട്ടുണ്ട്. സെഗ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ആണല്ലേ? ശ്രീതേന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ബമ്പർച്ചിരിയിലെ സ്കിറ്റ് കണ്ടിട്ട്, നിങ്ങൾ രണ്ടുപേരുടെയും കോംബോ സ്കിറ്റ് കണ്ടിട്ട് ഒരു ഡയറക്ടർ വിളിക്കുകയാണ്, നിങ്ങളെ സിനിമയിൽ ഇങ്ങനെ ആവശ്യമുണ്ട്, വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരെയും വിളിച്ചു, പക്ഷെ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ, ഒരാൾ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആര്? ആദ്യത്തെ ഒരു എളിമയ്ക്കിടാ നീ പൊക്കോളാൻ പറയും. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ നോക്കും. വെറുതെ പറഞ്ഞതാ. അവർക്ക് അതിലാരെയാണോ ആവശ്യം എന്ന് വെച്ചാൽ. അല്ല അങ്ങനല്ല, ഇപ്പോൾ നാളെ ഇപ്പോൾ വിളിച്ചു, പെട്ടെന്ന് വിളിച്ചത്. ചിലപ്പോൾ അവർക്ക് ബോയോ ഗേളോ ആണ് വേണ്ടത്. അല്ല മോളോ മോനോ ആണെങ്കിലോ? ഓക്കെ, മകനാണെങ്കിൽ അവൻ, മകളാണ് ഞാൻ. അങ്ങനല്ല, അതിപ്പോ അവർക്ക് ഏതാണ്ട് പ്രശ്നമില്ല, മകളാണെങ്കിലും പ്രശ്നമില്ല, മകനാണെങ്കിലും പ്രശ്നമില്ല. അപ്പൊ അത്
ഞങ്ങള് അക്കായി കാത്തിപ്പഴമായിരുന്നു അല്ലേടാ? അല്ല ചേച്ചി, അവർക്ക് ഒരു ഇത് കാണുമല്ലോ, സജഷൻ കാണുമല്ലോ, അവർക്ക് ഏതാണ് ബെറ്റർ അത് ഇപ്പം അവർ പറയും. ഇപ്പം നമ്മൾ രണ്ടിൽ ആരാണ് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ തോന്നുന്നത്? അല്ല, കാരണം അവരല്ലേ തീരുമാനിക്കുന്നത്, നമ്മളല്ലല്ലോ. എന്നോടുള്ള സ്നേഹമല്ല. സ്കിറ്റ് തരുന്നത് അവിടെ തരാൻ വേണ്ടി ഗ്രൂമേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർ സ്കിറ്റ് തരുന്ന ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പം അവിടെയുള്ള ഗ്രൂമേഴ്സിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? അങ്ങനെ ഫേവറേറ്റ് ആയിട്ടില്ല ചേച്ചി. അവിടെ കുറേ ഗ്രൂമേഴ്സ് ഉണ്ട്. ഇപ്പം വിഷ്ണു ചേട്ടൻ, സൈൻ ചേട്ടൻ, അൻരൂപേട്ടൻ, പിന്നെ ഷൈജോ ചേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ എനിക്ക് നമുക്ക് അൻരൂപേട്ടൻ, അങ്ങനെ പിന്നെ സജി സബാന ചേട്ടൻ, അപ്പം അങ്ങനെ കുറേ ഉണ്ട്. അപ്പം എല്ലാവരും ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ നോർമൽ നമ്മുടെ സ്കിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഗ്രൂമർ ആയിരിക്കും, അല്ലാതെ സ്പെഷ്യൽ ആണെങ്കിൽ അപ്പം എല്ലാവരും കൂടെ ചേർന്നൊക്കെ. അപ്പം ഫേവറേറ്റ് ഇല്ല മൊത്തം. ഞങ്ങൾക്കിപ്പം നിലവിൽ സ്കിറ്റ് തന്നുകൊണ്ടിരിക്കുന്നത് വിഷ്ണു ചേട്ടനാണ്, വിഷ്ണു ഗോപാല്. പിന്നെ ഞങ്ങൾ ക്രിഞ്ച് സ്കിറ്റൊക്കെ തന്നത് സജിൻ ചേട്ടനാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ബമ്പർ അടിച്ചതെന്ന് പറഞ്ഞാൽ ദിനേശ് ദാമോദരൻ എന്ന് പറയുന്ന ഗ്രൂമറായിട്ടാണ്. അപ്പോൾ അവരും വിഷ്ണു ചേട്ടനും എല്ലാവരും തന്നെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടല്ലേ നമുക്ക്. നിസ്സാരപണിയല്ല, നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ കാണുമ്പോൾ തല പോകുകയും. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് നമുക്ക് തരുമ്പം നമുക്ക് എല്ലാവരും തന്നെ. എന്താണ് നിങ്ങൾക്കിനി ഇത് കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പഠിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. ഫിലിം ഫീൽഡിൽ പിന്നെ സൈഡിൽ കൂടെ തന്നെ അനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നുണ്ട്. അപ്പം ആ ഫീൽഡിലോട്ട് തന്നെ പോകാനാണ് താല്പര്യം. എനിക്ക് സൈഡിൽ കൂടെ ഞാൻ പഠിത്തം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ ഫീൽഡിൽ തന്നെ പോകുന്നു, സിനിമ. അപ്പം അടുത്ത ഒരു ഗെയിമോടുകൂടി നമ്മുടെ ഈ ഷോ നമുക്ക് അവസാനിപ്പിക്കാൻ സമയം. നീ ഗെയിമോ? ഗെയിമിലേക്ക് പോയാലോ? പോവാം. ഫോണില്ലേ കയ്യില്? ഉണ്ടല്ലോ. എടുത്തോ. ലാസ്റ്റ് ഗൂഗിൾ സെർച്ച്. തോട്ട് ഓഫ് ദി ഡേ മലയാളം. അത് ഞങ്ങൾ NSS ക്യാമ്പിന് വേണ്ടിയിട്ട് രാവിലെ എല്ലാ ദിവസവും ഓരോന്ന് പറയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നോക്കിയതാ. ഞാൻ ലാസ്റ്റ് മാർക്കോ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആരാന്ന് നോക്കിയായിരുന്നു. ലാസ്റ്റ് യൂട്യൂബ് സെർച്ച്. അയ്യോ, ഫോണിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അല്ല വേറെ കുഴപ്പമില്ലല്ലോ, വേറെ അയ്യോ കുഴപ്പമില്ലല്ലോ. അയ്യോ, അത് മാറിപ്പോയി. ഞാൻ യൂട്യൂബ് ലാസ്റ്റ് സെർച്ച് ചെയ്ത് മാർക്കോ മൂവിയുടെ BGM എങ്ങനെ, ഹൗ ടു മേക്കിംഗ്. ഞാൻ ബമ്പർച്ചിരി സോന അത് ഞാൻ സ്വന്തമായിട്ട് സെർച്ച് ചെയ്തല്ല കേട്ടോ. ഈ ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിക്കുമ്പോൾ കൊച്ചിനെ ഒന്ന് കാണിച്ചു തരിക എന്നൊക്കെ പറയുമ്പം അവരുടെ ഫോണിനെക്കാട്ടിലും എളുപ്പം എൻ്റെ അത് എടുക്കാനില്ല. അപ്പം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്താൽ വരും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കണം കേട്ടോ, അല്ലാതെ അങ്ങനെ അതൊന്നും അല്ല. ലാസ്റ്റ് ഫോൺ കോള്. ലാസ്റ്റ് എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ ശ്രീധരനെ വിളിച്ചില്ലേ? എന്റേതും ആർദ്രയെ വിളിച്ചത് കിടപ്പുണ്ട്. അതിന് മുമ്പ് അച്ഛൻ വിളിച്ചത്. എന്റേത് ചിണ്ടൻ, ഡുണ്ടു, അളിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങള്. ചേച്ചിമാരാ, ഡുണ്ടു കൊച്ചുമോളും ചിണ്ടൻ സുമിയൊക്കെയും അളിയൻ സരുണും എല്ലാരും. ലേറ്റസ്റ്റ് ഗാലറി ക്യാമറ പിക്. ഞാൻ കുറച്ചു മുന്നേ ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതാ. ലാസ്റ്റ് ഏതോ ഒരു അമ്മാവൻ ഗുഡ് മോർണിംഗ് അയച്ചാ അതാ എന്റെ കിടക്കുന്നത്. സ്ക്രീൻഷോട്ട് എടുത്ത്. ലാസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ്. NSS ഗ്രൂപ്പിന്റെ, ഞങ്ങളുടെ NSS ഗ്രൂപ്പിൽ നിന്ന് വന്നൊരു മെസ്സേജാ. മറ്റേ ഗുഡ് മോർണിംഗ് മെസ്സേജ് എവിടെ വന്നെന്ന് മനസ്സിലായി, ഒരു ഗ്രൂപ്പിൽ വന്നതാ. അതിന് മുമ്പ് ഷാരൂഖ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ മെസ്സേജ് ചെയ്തു. ലാസ്റ്റ് വാട്സ്ആപ്പ് കോൾ. NSS ക്യാമ്പിന്റെ ഞങ്ങൾ ഓഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുലിനെ വിളിച്ചതിന്റെ. ലാസ്റ്റ് ഇമോജി. ഈ പൊട്ടിച്ചിരിക്കുന്ന സാധനം ഇല്ലേ ഇത്? എൻ്റെ ഹാർട്ട് അടക്കുന്നു. ഓക്കെ, ലാസ്റ്റ് അല്ല അക്കൗണ്ട് ബാലൻസ് ഗൂഗിൾ പേ. നേരത്തെ പൈസ നമുക്ക് ഇട്ട് കൊടുക്കണ്ടായിരുന്നു. കൊല്ലുണ്ടോടാ? എന്തേ
35 രൂപ 42 പൈസ. അന്നാ അറിയില്ലടാ, എൻ്റെ തന്നെ ബെറ്റർ. 417 60 പൈസ. അപ്പോൾ നമ്മുടെ ഈ ഷോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഇച്ചിരി സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാൻ? എന്താണ് പ്രേക്ഷകരോട് പറയാൻ, നമ്മളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഇനിയും നമ്മുടെ സ്കിറ്റ് ഇതുപോലത്തെ സ്കിറ്റുകൾ വരും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്, ഞങ്ങളെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പല പ്രിയറിലൂടെ അതെ അതെ. അപ്പൊ ഇനി മുന്നോട്ടും നിങ്ങളുടെ ആ സപ്പോർട്ടും ആ ഒരു സ്നേഹമൊക്കെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയും ഞങ്ങൾ ഒരുമിച്ചും അല്ലാതെയൊക്കെ സ്കിറ്റ് അവിടെ ചെയ്യും. അപ്പോൾ ഈ സപ്പോർട്ടും സ്നേഹമൊക്കെ മുന്നോട്ട് ഇനി ഉണ്ടാവണം. അതുകൂടാതെ ഞങ്ങളുടെ ഇവിടെ ഇന്റർവ്യൂയിലേക്ക് ക്ഷണിച്ച ചോട്ടാ മുംബൈ യൂട്യൂബ് ചാനലിനും ഭയങ്കര നന്ദിയുണ്ട്. ഒരുപാട് നന്ദി. ഞങ്ങളെ വിളിച്ചതിലും ഇത്തിരി നേരം ഞങ്ങളുടെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ എല്ലാവരും കൂടെ അടിപൊളിയായിരുന്നു. അവർക്ക് ഒരു ഓൾ ദ ബെസ്റ്റ്. അതെ, നന്നായി പോട്ടെ. ഇനിയും ബമ്പർച്ചിരി കഴിഞ്ഞിട്ട് അടുത്ത ലെവലുകൾ കടന്ന് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പം രണ്ടുപേർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മുടെ ചോട്ടാ മുംബൈ ചാനലിൽ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ സൈനിങ് ഓഫ് സ്മൃതി. ടാറ്റാ.